പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം യേശയ്യ 6-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. യേശുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശയ്യാ പ്രവാചകനിലൂടെ ഇന്ന് കർത്താവ് നമ്മോടും ചോദിക്കുന്നു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് പോകുക? പാപാന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ ആര് പോകും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. യേശയ്യാ പ്രവാചകൻ ഏറ്റെടുത്ത ആ ജോലി ഇന്ന് നാം ഓരോരുത്തരുമാണ് തുടരേണ്ടത്. കാരണം നാം പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഈ അറിവ് ലഭിച്ചിട്ടില്ലാത്ത, യേശുവിനെ പറ്റി കേൾക്കാത്ത ആളുകളിലേക്ക് യേശുവിനെ അറിയിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എങ്ങനെ യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും? നമ്മുടെ സംസാരം വഴി, നമ്മുടെ ജീവിതം വഴി, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വഴി നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും നമുക്ക് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള കടമയുണ്ട്. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കൽ ഒരു സുവിശേഷ വേല തന്നെയാണ്. യേശുവിൻ്റെ സ്നേഹം, ദയ, കരുണ, കരുതൽ, പരിപാലനം, സംരക്ഷണം, ഇതെല്ലാം നാം ലോകത്തെ അറിയിക്കണം. അപ്പോഴാണ് നാം സുവിശേഷമാകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നവരായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച്, വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നാം സുവിശേഷം ആകുകയാണ് വേണ്ടത്. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെക്കുറിച്ച് ഉള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണമെങ്കിൽ യേശുവിനെ പറ്റി കേൾക്കണം. അപ്പോൾ യേശുവിനെ പറ്റി ജനങ്ങൾ കേൾക്കണമെങ്കിൽ ആരെങ്കിലും യേശുവിനെ പറ്റി പറയണം. അപ്പോൾ യേശുവിനെ പറ്റി നാം പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ പറ്റി പറയുമ്പോൾ, അതറിവില്ലാത്തവർക്ക് കൂടി ആ ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. അവരുടെ ആത്മരക്ഷയും അതോടൊപ്പം സാധിച്ചു കിട്ടുന്നു. നഷ്ടപ്പെട്ട ആത്മാവിനെക്കുറിച്ചുള്ള ദാഹമാണ് നട്ടുച്ച നേരത്ത് സമറിയക്കാരിയെ കാത്ത് യേശു കിണറ്റിനരികിലേക്ക് പോയത്. അതുപോലെ സക്കേവുസിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടിലേക്ക് യേശു എത്തിയത്. യോഹന്നാൻ 3:16 നാം കാണുന്നത് എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവപുത്രനായ യേശു ആവട്ടെ പീഡകൾ സഹിച്ച് അവസാനത്തുള്ളി രക്തവും നമുക്കായി നൽകി ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. അപ്പോൾ മാത്രമല്ല, നമ്മെ നിത്യം സഹായിക്കാനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ യേശുവിന് വേണ്ടി നമുക്ക് ആത്മാക്കളെ നേടുന്നവരായി മാറാം. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനായിട്ടുള്ള പരിശ്രമമാണ് നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.